ഈ മെയ് മാസം 27-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട്. ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് പുറപ്പെടുന്ന 3 വിഭാഗം ആളുകൾക്ക് മലക്കുകൾ മുസാഹഫത്ത് ചെയ്യും. അതായത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഒന്നാമത്തത് ശുഹദാക്കളാണ്. രണ്ടാമത്തത് റമളാനിൽ നിസ്കരിക്കുന്നവരാണ്. റമളാനിൽ രാത്രിയിൽ നിസ്കരിക്കുന്നവരാണ്. മൂന്നാമത്തത് അറഫ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവരാണ്. ഞാൻ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞത് ഇവിടെയാണ് ആ സംഭവം വരുന്നത്. അതായത് ഈ മാസം 28-ാം തീയതി ബലിപെരുന്നാളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ തലേക്ക് ദിവസം, അതായത് 27-ാം തീയതി ബുധനാഴ്ച അറഫ ദിനമാണ്. അന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. ഐഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് വെള്ളിയാഴ്ചയും 2 അറഫ ദിനവുമാണ്. കാരണം ആ 2 ദിവസങ്ങളിലും കാരുണ്യം കൊണ്ട് അള്ളാഹു നിറച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് ദേഷ്യമുള്ള 2 ദിവസങ്ങൾ, ഒന്ന് വെള്ളിയാഴ്ചയും 2 അറഫ ദിനവുമാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും അറഫ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്മയുടെ 30 കവാടങ്ങൾ തുറക്കപ്പെടുകയും തിന്മയുടെ 30 കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും ചെയ്യും. കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പാവം പൊറുക്കുകയും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാവം പൊറുക്കുകയും ചെയ്യും. ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാവം പൊറുക്കുക കൊണ്ട് ഉദ്ദേശം ഒരു വർഷത്തേക്ക് അവൻ ആയുസ് വർദ്ധിപ്പിക്കുക എന്നാണ്. ഇനി അതല്ല, അവൻ ആ ഒരു വർഷം തിന്മകളൊന്നും ചെയ്തില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വർഷം അവന് നന്മകൾ അധികരിപ്പിച്ചു കൊടുക്കും. അറഫ നോമ്പിൻ്റെ നീയത്ത്, അറഫയുടെ സുന്നത്ത് നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചു വിടുന്നത് നീയത്ത് ചെയ്യുക. ഇനി ഖളായി പോയ ഏതെങ്കിലും നോമ്പുകളുണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. 27-ാം തീയതി നോമ്പ് പിടിക്കാൻ ഉറപ്പായിട്ട് അവരോട് പറയുക. അങ്ങനെ നോമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്ന് ചേരും. ഇനി അഥവാ ഒരു നോമ്പ് പിടിച്ചില്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവരിലേക്ക് എത്തിച്ചതിൻ്റെ പേരിൽ, ഇൽമ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ആ ഒരു പ്രതിഫലവും നിങ്ങൾക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി തരുമാറാകട്ടെ.